പാടുவோம். ഹല്ലേലൂയ തുതി ഉമ്മക്കേ, ഹല്ലേലൂയ തുതി ഉമ്മക്കേ, ഹല്ലേലൂയ തുതി ഉമ്മക്കേ, ഹല്ലേലൂയ തുതി ഉമ്മക്കേ. വാലാക്കാமல் என்னை தலையாக்குவீர், கீழாக்காமல் என்னை மேலாக்குவீர். வாலாக்காமல் என்னை தலையாக்குவீர், கீழாக்காமல் என்னை மேலாக்குவீர். அல்லேலூயா துதி உமக்கே, அல்லேலூயா துதி உமக்கே, அல்லேலூயா துதி உமக்கே, அல்லேலூயா துதி உமக்கே. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ആയുസ്സ് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താം. ഒരു മനുഷ്യൻ ഭൂമിയിൽ എത്രനാൾ ജീവിച്ചു എന്നതും അവൻ വ്യക്തിപരമായി എന്തെല്ലാം നേടി എന്നതുമല്ല ദൈവം കണക്കിടുന്നത്. പിന്നെയോ ദൈവം അവന് നൽകിയ ആയുസ്സ് ദൈവനാമ മഹത്വത്തിനായി എങ്ങനെ ചെലവഴിച്ചു എന്നതാണ് പ്രധാനം. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ലഭിച്ച അവസരം ദൈവത്തിനായി പ്രയോജനപ്പെടുത്തിയവർ ധാരാളം. ഹാബേൽ, ഹാനോക്ക, നോഹ, അബ്രഹാം, യോസേഫ്, മോശ, യോശുവ, കാലേബ്, ഇയ്യോബ്, അങ്ങനെ നിരവധി ഭക്തന്മാർ. എന്നാൽ അവസരം ലഭിച്ചിട്ടും ഒന്നും ചെയ്യാതെയും ദോഷം പ്രവർത്തിച്ച് ജീവിച്ചവർ അനവധി പേരിൽ കൂടുന്നത് യായീർ, ഇബ്സാൻ, അബ്ദോൻ, യഹോരാം, ആഹാബ്, ആഹാസ, ഇങ്ങനെ പോകുന്നു നിരവധി പേർ. ദൈവം നമുക്ക് ദാനമായി തന്ന ആയുസ്സ് ദൈവനാമ മഹത്വത്തിനായി വിനിയോഗിക്കാം. മനുഷ്യ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ വിശ്വാസത്തിന് ശക്തിയുണ്ട്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, എബ്രായ ലേഖനം 12:1 പറയുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. ആത്മവിശ്വാസം ജന്മസിദ്ധമല്ല, അത് വളർത്തിയെടുക്കേണ്ടുന്ന ഒന്നാണ്. നിരാശപ്പെടുത്തുന്ന മറ്റുള്ളവരുടെ വാക്കുകളെ അവഗണിച്ച് തനിക്ക് കഴിയും എന്നുറച്ച് ലക്ഷ്യബോധത്തോടെ യാത്ര ചെയ്ത് കഠിനമായി പ്രയത്നിച്ച് മുന്നേറി അനേകർക്ക് തൻ്റെ ജീവിതാനുഭവത്തിലൂടെ പ്രസംഗത്തിലൂടെ പ്രചോദനം ആയിക്കൊണ്ടിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് നിക് വിജിസിക്ക് എന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ഈ സമയം വിനിയോഗിക്കുന്നു. 1982 ഡിസംബർ 4 ആസ്ട്രേലിയയിൽ മെൽബണിൽ ബോറിസ് ദുഷ്ക ദമ്പതികൾക്ക് കൈകാലുകൾ ഇല്ലാതെ ജനനത്തിൽ തന്നെ ട്രെട്രാ അമേലിയ സിൻഡ്രം എന്ന രോഗം ബാധിച്ചവരായി ജനനം. മാതാവ് തൻ്റെ ഓമനക്കുഞ്ഞിനെ ഒന്ന് നോക്കി അവർ തകർന്നു പോയി. കൈകാലുകളില്ലാത്തവനായി തനിക്ക് ലഭിച്ച മകനെ കണ്ട് ആ മാനസിക സംഘർഷത്തിൽ നിന്ന് മടങ്ങി വരുവാൻ ദിവസങ്ങളിൽ വേണ്ടി വന്നു. അവരുടെ മനസ്സ് മന്ത്രിച്ചു. ഒരു മനുഷ്യനും ഭൂമിയിൽ വെറുതെ ജനിക്കുന്നില്ല. മകനെ വിധിക്ക് വിട്ടുകൊടുക്കുവാൻ ആ മാതാവ് തയ്യാറായിരുന്നില്ല. അവനെ പഠിപ്പിക്കുവാൻ തീരുമാനിച്ചു. വൈകല്യം ഉള്ള കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ അല്ല, സാധാരണ സ്കൂളിൽ. എന്നാൽ അവനെ കൂട്ടത്തിൽ കൂട്ടുവാൻ സഹപാഠികൾ തയ്യാറായിരുന്നില്ല. സഹപാഠികളിൽ നിന്നുണ്ടായ പരിഹാസം, നിരാശ, ഒറ്റപ്പെടലുകൾ ഇവ സഹിക്കുവാൻ വയ്യാതെ 10ാം വയസ്സിൽ ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ചു. അപ്പോഴാ നിക്ക് ആ സത്യം തിരിച്ചറിയുന്നത്. മരിക്കണമെങ്കിൽ പോലും പരസഹായം കൂടിയേ തീരൂ എന്ന.
നിക്ക മരിക്കാനായി സ്കൂളിലെ തൂപ്പുകാരിയുടെ സഹായം അഭ്യർത്ഥിച്ചു. സ്കൂൾ തൂപ്പുകാരിയുടെ വാക്കുകൾ നിക്കിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. നിക്ക് ഭൂമിയിൽ ജനിക്കുന്ന ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ വിരൽ സ്പർശത്താൽ ജനിക്കുന്നു എന്ന സത്യം നീ തിരിച്ചറിയണം. നിക്ക, നിന്നെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ലോകത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുവാൻ വേണ്ടിയാ. മാത്രമല്ല, ചെറിയ കാര്യങ്ങൾക്ക് പോലും ജീവിതത്തെ വെറുത്ത് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നവർക്ക് നീ ഒരു പ്രചോദനമായി തീരണം. നിന്റെ മുഖത്തെ മ്ലാനത മാറ്റി പ്രസരിപ്പോടെ സംസാരിക്കണം. നിന്റെ പ്രസരിപ്പ് മറ്റുള്ളവരിലേക്ക് നീ പകരണം. നിന്നെ കാണുന്നവർ ചിന്തിക്കണം, നിക്കിന് ഇത്ര സന്തോഷത്തോടെയും പ്രസരിപ്പോടെയും പ്രവർത്തിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആയിക്കൂടാ? തൂപ്പുകാരിയുടെ വാക്കുകൾ നിക്കിന് വലിയ പ്രതീക്ഷയും ആത്മവിശ്വാസവും ഉയർത്തി. സദൃശവാക്യം 12-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം പറയുന്നത്, ജ്ഞാനിയുടെ നാവോ സൗഖ്യം നൽകുന്നു. നിക്ക തൻ്റെ ഉള്ളിലെ സുവിശേഷകനെ തിരിച്ചറിഞ്ഞു. സ്കൂളിലെ സുഹൃത്തുക്കളോട് ദൈവസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. സുഹൃത്തുക്കൾ അവനെ കളിയാക്കി. യേശുവിന് നിന്നോട് സ്നേഹമുണ്ടെങ്കിൽ നിന്നെ എന്തിനാ ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത്? ആദ്യമൊക്കെ ഇതുപോലുള്ള വാക്കുകൾ കേട്ട താൻ ഉത്തരം മുട്ടി. അവൻ്റെ ഹൃദയം തേങ്ങി. സ്കൂളിലെ തൂപ്പുകാരി അവന് ഒരു ആശ്വാസമായി. മാതാപിതാക്കൾ അവനെ ആശ്വസിപ്പിച്ചു. പതിയെ പതിയെ സ്കൂളിലെ ചെറിയ ഗ്രൂപ്പിനോട് യേശുവിൻ്റെ സ്നേഹത്തെ പിന്നെയും പങ്കുവെക്കുവാൻ തുടങ്ങി. നിക്ക പിന്നത്തേതിൽ വലിയ വലിയ ജനക്കൂട്ടത്തോട് സുവിശേഷം പങ്കുവെച്ചു തുടങ്ങി. നിക്കിൻ്റെ വാക്കുകൾക്കായി ലോകം കാതോർക്കുവാൻ തുടങ്ങി. നിക്കിനെ നിന്ദിച്ചവർ നിക്കിനെ പുകഴ്ത്തി തുടങ്ങി. നിന്ദിക്കപ്പെട്ടവരുടെ മധ്യത്തിൽ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ തലയുയർത്തി ദൈവം നിക്കിനെ നിർത്തി. പ്രതീക്ഷ നഷ്ടപ്പെട്ട അനേകർക്ക് നിക്കിൻ്റെ ജീവിതം ജീവൻ നൽകുന്നു. ഒരു സാധാരണ മനുഷ്യന് ചെയ്യുവാൻ കഴിയുന്നതെല്ലാം നിക്ക ചെയ്യുന്നു. ഗോൾഫ്, നീന്തൽ, സർഫിങ്, സ്കൈ ഡൈവിങ് തുടങ്ങിയത്. 2005 ലൈഫ് വിത്തൗട്ട് ലിംബ് എന്ന സംഘടനയ്ക്ക് നിക്ക് രൂപം നൽകി. 2007 ആറ്റിറ്റ്യൂഡ് ഈസ് ആറ്റിറ്റ്യൂഡ് എന്ന പേരിൽ മോട്ടിവേഷൻ സ്പീക്കിന് വേണ്ടി കമ്പനി രൂപീകരിച്ചു. ദ ബട്ടർഫ്ലൈ സർക്കസ് എന്ന ഫിലിമിൽ അഭിനയിച്ചു. 2010 ബെസ്റ്റ് ആക്ടറിനുള്ള ഫിലിം അവാർഡ് താൻ കരസ്ഥമാക്കി. ബെസ്റ്റ് സെല്ലറായ 15 പരം പുസ്തകങ്ങൾ രചിച്ചു. 2008 യാത്രാവേളയിൽ പരിചയപ്പെട്ട കനിയ മിയാഹാര എന്ന പെൺകുട്ടിയെ 2012 വിവാഹം കഴിച്ചു. 4 മക്കൾ ജന്മം നൽകി. ഇന്ന് താൻ കോടിക്കണക്കിന് ജനങ്ങൾക്ക് തൻ്റെ ജീവിതത്തിലൂടെയും പ്രസംഗത്തിലൂടെയും പുസ്തകങ്ങളിലൂടെയും പ്രചോദനം നൽകുന്നു. ലോകമറിയപ്പെടുന്ന മോട്ടിവേറ്റ് പ്രീച്ചറായിട്ട് ദൈവം തന്നെ ഉപയോഗിക്കുന്നു. കൈകളും കാലുകളുമില്ലാത്ത നിക്ക് ലക്ഷക്കണക്കിന് ജനത്തോട് ദൈവത്തെ സ്നേഹത്തെക്കുറിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷം പങ്കുവയ്ക്കുന്നു. നിക്കിൻ്റെ ജീവിതത്തിലൂടെ നൽകുന്ന സന്ദേശം, എല്ലാ മനുഷ്യർക്കും ദൈവം ഒരു നിയോഗം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ നിയോഗം നമ്മെ തേടി വരുന്നത് മുഖാന്തരങ്ങളിലൂടെയാണ്. നിക്കിൻ്റെ ജീവിതം വഴിതിരിച്ചു വിട്ടത് സ്കൂളിലെ ഒരു തൂപ്പുകാരിയിലൂടെയാണ്. നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി തിരിച്ചറിയുക, അതിന് മനസ്സ് വയ്ക്കുക. നമുക്ക് ഭൂമിയിൽ നൽകിയിരിക്കുന്ന ആയുസ് ദൈവനാമ മഹത്വത്തിന് ഉപയോഗിക്കുക. We give you all the glory. Hallelujah. If you're standing, would you say this prayer with me out loud? Say, Dear God,
I come to you today, and I thank you for loving me. Thank you for dying on the cross for all of my sins. Thank you, Jesus, for showing me that you are God and that you did raise yourself from the dead. I confess that I am a sinner, and I know I will never be perfect. But today, I turn away from my life, my lifestyle. I turn away from my sin. I do not want to sin anymore. And I ask for forgiveness of all the things I've done. Please forgive me. Change me. Fill me with your Holy Spirit. I want to know you. Teach me to pray. Teach me your word. And draw me near to you. I want to know you more every single day. I pray in Jesus' name. Amen. Amen.